നമസ്കാരം. ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ വീണ്ടും ആശങ്കയിലാഴ്ത്തുന്ന പ്രസ്താവനയുമായി ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഹുസൈനി ഖമേനി രംഗത്തെത്തി. പരമോന്നത നേതാവായി അധികാരമേറ്റതിനു ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ സന്ദേശത്തിലാണ് അദ്ദേഹം ഗൾഫ് മേഖലയിലെ മുഴുവൻ അമേരിക്കൻ സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നീണ്ടകാലമായുള്ള രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന കൂടുതൽ ശ്രദ്ധ നേടുന്നത്. US ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ ചോരയ്ക്കു പകരം ചോദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ എല്ലാ US താവളങ്ങളും ഉടനടി അടച്ചുപൂട്ടണമെന്നാണ് മുജ്തബയുടെ ആവശ്യം. ഈ താവളങ്ങൾ പ്രവർത്തനക്ഷമമായി തുടരുകയാണെങ്കിൽ അവ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പലുകളുടെ പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിലൂടെ കടക്കുമെന്ന സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷ സാഹചര്യത്തിൽ ഈ പാത അടയ്ക്കുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അയൽക്കാരുമായുള്ള സൗഹൃദത്തിൽ ഇറാനും വിശ്വസിക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങളുമായി സഹകരണത്തിന് ഇറാൻ തയ്യാറാണെങ്കിലും അമേരിക്കൻ സൈന്യത്തിന് താവളം ഒരുക്കുന്നതിനെതിരെ മുജ്തബ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയ്ക്ക് സൈനിക സൗകര്യങ്ങൾ ഒരുക്കുന്ന രാജ്യങ്ങൾ ഇറാന്റെ സൈനിക നടപടികൾക്ക് ഇരയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുജ്തബയുടെ എഴുതി നൽകിയ സന്ദേശം ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ വഴി TV അവതാരകനാണ് വായിച്ചത്. മുജ്തബ നേരിട്ടെത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാത്തത് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇസ്രയേലിന്റെയും US-ന്റെയും ആക്രമണത്തിൽ മുജ്തബയ്ക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് നിലവിലെ ഇറാൻ നേതൃത്വം തള്ളിക്കളഞ്ഞു. എന്നാൽ ടെലിവിഷനിൽ നേരിട്ടെത്താത്തത് ഈ അഭ്യൂഹങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ ആണവ പരിപാടി, പശ്ചിമേഷ്യയിലെ പ്രാദേശിക സ്വാധീനം, ഇസ്രയേലുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് അമേരിക്ക-ഇറാൻ ബന്ധം പലവട്ടം കടുത്ത സംഘർഷത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ഗൾഫ് മേഖലയിലായി ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിലായി നിരവധി അമേരിക്കൻ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ അവയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താമെന്ന ഇറാൻ നേതാവിന്റെ മുന്നറിയിപ്പ് മേഖലയിലെ ലോകരാഷ്ട്രീയത്തിൽ വലിയ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മധ്യപൂർവ്വ ദേശത്ത് ഇതിനകം തന്നെ നിലനിൽക്കുന്ന സംഘർഷത്തിൽ ഇത്തരം പ്രസ്താവനകൾ സുരക്ഷാ ആശങ്കകൾ വർദ്ധിക്കുന്നതിനോടൊപ്പം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയും വീണ്ടും ഈ മേഖലയിലേക്ക് തിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ അമേരിക്കയും അതിന്റെ കൂട്ടുകക്ഷികളും എന്ത് തരത്തിലുള്ള പ്രതികരണം നൽകുമെന്നത് അടുത്ത ദിവസങ്ങളിൽ നിർണായകമായ ഘടകമാകും. ഒരു വശത്ത് സൈനിക ശക്തി പ്രകടിപ്പിക്കുന്ന നിലപാടുകൾ കടുപ്പം കൂടുമ്പോൾ മറുവശത്ത് നയതന്ത്രപരമായ ഇടപെടലുകൾ വഴിയൊരുക്കുന്ന ശ്രമങ്ങളും ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കും ഈ സാഹചര്യത്തിൽ വലിയ ജാഗ്രതയോടെ നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യം രൂപപ്പെടുകയാണ്. പുതിയ നേതാവിന്റെ നിലപാട് ഇറാന്റെ വിദേശ നയത്തിൽ കൂടുതൽ കടുത്ത സമീപനത്തിന് വഴിയൊരുക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ്. മുജ്തബ ഹുസൈനി ഖമേനിയുടെ പ്രസ്താവന വെറും രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി പ്രദേശത്തെ ഭാവി സുരക്ഷാ സാഹചര്യങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സംഘർഷത്തിലേക്കുള്ള നീക്കങ്ങളെ നിയന്ത്രിച്ച് സമാധാനപരമായ പരിഹാരങ്ങൾക്ക് വഴിയൊരുക്കുക എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയായി തുടരുകയാണ്.